കേട്ടില്ലേ സഹോദരങ്ങളെ, ഈ മുസ്ലിയാർ പറഞ്ഞ ഒന്നാമത്തെ കളവാണിത്. എന്താ ഇയാൾ പറഞ്ഞത്? സമസ്തക്കാർ മുസ്ലിമീങ്ങളല്ല എന്ന നിലപാടാണ് സലഫികൾക്കുള്ളത് എന്നാണ്. എന്തിനാണ് മുസ്ലിയാരെ സുനിതാ ദേവദാസിന് ഇതിനൊക്കെ സംബന്ധിച്ച് വിശദമായ കാഴ്ചപ്പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കളവ് പറയുന്നത്? അവരുടെ ചാനലിലൂടെ എത്രയോ ആളുകൾ ഇത് കാണുന്നില്ലേ? സലഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല, മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സലഫികൾക്കുണ്ടോ? ഒരിക്കലുമില്ല. സുന്നാളെപ്പറ്റി സംശയമില്ല, സുന്നാളെപ്പറ്റി ഒരു സംശയമില്ല, ഉറപ്പാണ് ശിർക്കിലാന്ന്. എന്താ സംശയം? നമുക്കൊരു സംശയമില്ല, അത് നമ്മൾക്കിത് വിട്ടു പോകുന്നതായിരുന്നു. സലഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല, മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സലഫികൾക്കുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഇങ്ങനെ മുസ്ലിമെയാണ് വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമെയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാം. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നയാൾ കാഫിറാണെന്നോ, ഇന്നയാൾ മുനാഫിക്കാണെന്നോ, ഇന്നയാൾ കള്ളനാണെന്നോ, ഇന്നയാൾ ഫാസിക്കാണെന്നോ യഥാർത്ഥത്തിൽ പേരെടുത്ത് പറഞ്ഞ ആ നിലക്ക് സംസാരിക്കുക എന്നുള്ളത് മുജാഹിദുകൾ ചെയ്യില്ല. കാരണം അത് മതം അനുവദിക്കുന്ന കാര്യമല്ല. എനിക്ക് ക്രിസ്ത്യാനികളോടും സമസ്തയോടും ഒരേ സമീപനം. എനിക്ക് ഇവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബൂബക്കറിനോടും എനിക്കൊരേ സമീപനം. എന്താ? വിശ്വാസത്തിൽ ഒരു വേള ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ പിഴച്ചവനാണ് മുസ്ലിമുകൾപ്പെട്ടവർ. മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സലഫികൾക്കുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. ഈ ഒരു ആശയപരമായ ചർച്ചകൾ മുസ്ലിങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അപ്പോൾ ഒന്നാമത്തെ കളവാണത്. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല.